ഹായ്. അപ്പം ഇനി നെക്സ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ഫിനാൻഷ്യൽ ഡിസിഷൻസ് ലിവറേജസ് എന്ന് പറഞ്ഞതാണ്. മുന്നേ നമ്മൾ ബേസിക്സും അതുപോലെ തന്നെ ചാപ്റ്റർ 1 നമ്മൾ പഠിച്ചു. അപ്പം ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജസ് എന്താണെന്നും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസ് റിവിഷൻ ക്ലാസ്സസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം തുടങ്ങിയാലോ. ഫിനാൻഷ്യൽ ഡിസിഷൻസ് ലിവറേജസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ലിവറേജ് എന്ന് പറഞ്ഞാൽ അതിന് കുറേ മീനിങ്സ് ഉണ്ട്. ഇപ്പം ലിവറേജ് എന്ന് പറയുമ്പം അതിന് റിസ്ക് എന്നുള്ളൊരു മീനിങ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് റിസ്ക് എന്നുള്ള മീനിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ മീനിങ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ റിസ്ക്, അതായത് ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നോക്കും. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ലിവറേജ്, അതായത് റിസ്ക്. ഫിനാൻസിങ് ആക്ടിവിറ്റി, അതായത് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് എടുക്കുക, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പം അതൊരു റിസ്ക് അല്ല നമുക്ക്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം നമ്മുടെ ബിസിനസ്സിലേക്ക് എത്രത്തോളം റിസ്ക് വരുന്നുണ്ട്, അപ്പം അതാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആകുമ്പം നമ്മൾ സാധാരണ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമുക്ക് വരുന്ന ഫിക്സ്ഡ് കോസ്റ്റസ് ഉണ്ട്. അതായത് ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഇപ്പം ഓപ്പറേഷൻസ് നടന്നിട്ടില്ലെങ്കിലും നമുക്ക് വരുന്ന കോസ്റ്റസ് ഉണ്ട്. റെന്റ്, അതുപോലത്തെ കോസ്റ്റുകളുണ്ട്. അപ്പം അങ്ങനത്തെ കോസ്റ്റുകൾ, അതായത് അത് നമ്മുടെ ഓപ്പറേഷൻ നടന്നില്ലെങ്കിലും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊരു റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനത്തെ റിസ്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോസ് ഒരു ചെറിയ ചാപ്റ്ററാണിത്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ പഠിച്ചു. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മിനിമം റിസ്കിൽ മാക്സിമം റിട്ടേൺ, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പം റിസ്ക് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കണം, അതുപോലെ തന്നെ റിട്ടേണും നോക്കണം. അപ്പം നമുക്ക് ഏതാണ്ട് ഇനി നമുക്ക് ഓരോ ടോപ്പിക്സിലേക്ക് പോകാം. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് റിസ്കിനെ പറ്റി, ഫിനാൻസിലും ഓപ്പറേഷൻസിലുള്ള റിസ്ക് എന്താണെന്നും അതിൻ്റെ എങ്ങനെ നമുക്ക് അതിനൊരു റേഷ്യോയിലേക്ക് എടുക്കാമെന്നും അത് വെച്ച് എങ്ങനെ നമ്മൾ ഒരു കമ്പനീനെ അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കുക. ഒന്ന് നോക്കാം. ആദ്യം തന്നെ ലിവറേജ് ഹാസ് എ മെനി മീനിങ്സ്. ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ലിവറേജ് ഹാസ് ദ മീനിങ് ഓഫ് റിസ്ക്, അതായത് റിസ്ക് പറഞ്ഞല്ലോ. ആൻഡ് ദ മീനിങ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിനാൻഷ്യൽ വേരിയബിൾസ്, അതായത് ഇത് ടു ഫിനാൻഷ്യൽ വേരിയബിൾസിന് റിലേഷൻഷിപ്പിന് നമ്മൾ ലിവറേജ് എന്ന് പറയും. അതായത് EBIT, സെയിൽസ് ആൻഡ് EPS, ഇതൊക്കെ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, അതായത് ഈ ഇൻട്രസ്റ്റ് അതുപോലത്തെ ഫിക്സ്ഡ് കോസ്റ്റുകളൊക്കെ അല്ലേ, ഈ കോസ്റ്റുകളൊക്കെ ഇതിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ഒക്കെ നമ്മൾ ഒരു സ്ട്രക്ചർ ചെയ്യുമ്പോൾ, അതായത് എക്സാമ്പിളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പം how one variable related with others like EBIT, സെയിൽസ് ആൻഡ് EPS. EBITയും സെയിൽസും EPS ആണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ കമ്പയർ ചെയ്യുക. അപ്പം നോക്കാം. മെഷർമെൻറ്റ് ഓഫ് ലിവറേജിനെ എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്യുക? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ Y ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ X. അതായത് ഇപ്പം ഒരു ഫിനാൻഷ്യൽ നമ്മൾ ഒരു വേരിയബിളിനെ മറ്റേ വേരിയബിളിലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഒരു വേരിയബിളിൻ്റെ ചേഞ്ച്, ഇപ്പോൾ EBIT EPS ആണെങ്കിൽ EBITയിൽ എത്ര ചേഞ്ച് ഉണ്ട്, അതേ ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ EPS. അങ്ങനെ നമ്മൾ ചെയ്യും.
അപ്പം അതാണ് പറയുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിക്കും, ഒന്നും ശരിയാക്കണ്ട. ഇനി ടൈപ്സ് ഓഫ് ലിവറേജസ്. ലിവറേജസ്, there are 3 commonly used ലിവറേജസ്. ലിവറേജസ് 3 ഉണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഞാൻ ഓൾറെഡി തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് EBIT. ഇത് സെയിൽസും EBITും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ബിസിനസ് റിസ്ക്. അതായത് ഈ സെയിൽസും EBITും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പം നമ്മൾ ഓൾവേസ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ചാപ്റ്ററിന് ആവശ്യമായിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് EBIT ഇത് കിട്ടിയില്ല നമുക്ക്. അപ്പം ഈ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഈ ഫിക്സ്ഡ് കോസ്റ്റിനെ കൊണ്ട് നമ്മുടെ EBITയിലും സെയിൽസിലും എത്ര ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത്, അതായത് ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് വെച്ചിട്ടാണ് ചെയ്യുക. അല്ല സോറി, EBIT ബൈ കോൺട്രിബ്യൂഷൻ ബൈ EBIT വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് ലിവറേജ് എത്രയെന്ന് കാണാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അതായത് അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ലേ, ഈ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് നമ്മളെ റിസ്ക് എന്ന് പറയുന്നത്. അതായത് അത് നമ്മളെ ബിസിനസ് നടന്നിട്ടുണ്ടോ ഇല്ല എന്നൊന്നും അറിയാൻ നമുക്ക് റെന്റ് കൊടുക്കേണ്ടി വരും, അതായത് സെയിൽ നടന്നാലും ഇല്ലെങ്കിലും. അപ്പം ഈ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ റിസ്ക് എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അതായത് ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമുക്ക് വരുന്ന റിസ്ക് ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. ആ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ചേഞ്ചസിലുണ്ടാവുക, ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കോൺട്രിബ്യൂഷനിലും പ്രോഫിറ്റിലും എത്ര ഡിഫറൻസ് ഉണ്ട്, അതായത് എന്താണ് അതിൻ്റെ ചേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിലൂടെ നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ ഇനി ഫിനാൻഷ്യൽ ലിവറേജ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EBIT ആൻഡ് EPS ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫിനാൻഷ്യൽ റിസ്ക്. അതായത് ഇനി EBIT കഴിഞ്ഞ് ഇനി ലെസ് ഇൻട്രസ്റ്റ് ആണ് വരിക, ലെസ് ഇൻട്രസ്റ്റ്, പിന്നെ EBIT, പിന്നെ EBIT ആണ് വരിക. അപ്പം ഈ ഇൻട്രസ്റ്റ് കണ്ടില്ലേ, ഈ ഇൻട്രസ്റ്റ് ആണ് നമ്മളെ ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക്. അതായത് നമ്മൾ ഫിനാൻസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിനെ കൊണ്ട് നമുക്ക് വരുന്ന റിസ്ക് ആണ് ഫിനാൻസിങ് റിസ്ക്. അപ്പം അങ്ങനെ ഫിനാൻസിങ് റിസ്ക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് വരുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന EBITയിലും EBITയിലും ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണ് അത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ ലിവറേജ്. അതായത് ഈ ചേഞ്ചിനെ നമ്മൾ നോക്കുന്നു. ഇത്രയാണ് ഈ ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും. അതുപോലെ തന്നെ ഈ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് EPS ആൻഡ് ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ റിസ്ക്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി, ഈ രണ്ട് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ റിസ്ക്കും, അതായത് ഫിനാൻസിങ് റിസ്ക്കും ഓപ്പറേറ്റിംഗ് റിസ്ക്കും, രണ്ട് റിസ്ക്കും കൂടി ഈ ഓപ്പറേറ്റിംഗ് റിസ്കിനെ നമ്മൾ ബിസിനസ് റിസ്ക് എന്നും കൂടി വിളിക്കും. അപ്പം ഈ ബിസിനസ് റിസ്ക്കും ഫിനാൻസിങ് റിസ്ക്കും കൂടി നോക്കുമ്പം അത് രണ്ടും കൂടി എത്ര റിസ്ക്, ടോട്ടലി എത്ര റിസ്ക് ആണ് നമ്മുടെ കമ്പനിക്കുള്ളത് എന്നാണ് ഈ കമ്പൈൻഡ് ലിവറേജിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ മുകളിൽ കാണിച്ച അതേ സാധനം തന്നെയാണ്. സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച്, കോൺട്രിബ്യൂഷൻ കിട്ടി, കോൺട്രിബ്യൂഷൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച്, അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ EBIT കിട്ടി. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആയിട്ട് കണക്കാക്കുക. അപ്പം എന്നിട്ട് പിന്നെ അടുത്തത് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ EBIT നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് EBIT കിട്ടി. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് ആയിട്ട് കണക്കാക്കുക. പിന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്
ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇഫ് എനി. അങ്ങനെ നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ജസ്റ്റ് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളും. അപ്പം ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഇക്വേഷൻ നോക്കാം. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച് EBIT കിട്ടി. അപ്പം ഇതിപ്പോൾ ഒരു 100 ആണ്, ഇതിപ്പോൾ ഒരു 10 ആണ്, അപ്പം 90 വരുന്നു. അപ്പം എത്ര ഉണ്ട് റിസ്ക് എന്ന് നോക്കണമെങ്കിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ 100/90. 100/90 എന്ന് പറയുമ്പോൾ 1.11 വരും. അതായത് 1.11 ആണ് നമ്മുടെ ബിസിനസിന്റെ റിസ്ക്. ഈ 1.11 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അപ്പം ഫിനാൻഷ്യൽ ലിവറേജ് നോക്കുമ്പം EBIT/EBT. EBIT കഴിഞ്ഞു, ഇനി നമ്മുടെ ഇൻട്രസ്റ്റ് വന്നു, ഇൻട്രസ്റ്റ് EBT വന്നു. അപ്പം എന്താ ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കണം. ഇതിപ്പോൾ ഒരു 10 ഉണ്ട്, അപ്പോൾ ഇതൊരു 80 വന്നു. അപ്പം 90/80 വരുമ്പോൾ 1.125 വന്നു. അപ്പോൾ EBIT/EBT വന്നു. ഇനി കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പം ഈ രണ്ട് റിസ്കും കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ് കമ്പൈൻഡ് ലിവറേജ്. അപ്പോൾ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? കോൺട്രിബ്യൂഷൻ ബൈ EBT ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്നത്. അതായത് നമ്മൾ ആദ്യം കോൺട്രിബ്യൂഷൻ ബൈ EBIT ഇൻറ്റു EBIT ബൈ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ എന്ത്, ഇതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഇതാണ് ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പം ഇത് രണ്ടും EBIT ഒന്ന് ഡിവിഷനിലും ഉണ്ട്, ഒന്ന് മൾട്ടിപ്ലിക്കേഷനിലും ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്താൽ കോൺട്രിബ്യൂഷൻ ബൈ EBT ആണ്. കോൺട്രിബ്യൂഷൻ ബൈ EBT എന്ന് വരും. അതായത് കമ്പൈൻഡ് ലിവറേജ്. അല്ലെങ്കിൽ നേരെ നമുക്ക് ഈ രണ്ട് ഫിഗേഴ്സും കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കമ്പൈൻഡ് ലിവറേജ് കിട്ടും. അപ്പം ഇനി നമുക്ക് ഓരോ ലിവറേജസ് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതായത് നമ്മളെ ഓപ്പറേറ്റിംഗ് ലിവറേജ് തന്നെ. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT വിത്ത് റെസ്പെക്ട് ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ക്വാണ്ടിറ്റി. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ EBITയിൽ നമുക്കിപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതായത് കോൺട്രിബ്യൂഷൻ ബൈ EBIT, അതായത് നമ്മളെ ആ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ എത്ര ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എത്ര ലിവറേജസ് വരുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അത് കമ്പ്യൂട്ട് ചെയ്യാൻ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT വിത്ത് റെസ്പെക്ട് ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അങ്ങനെ പറയുമ്പം നമ്മൾ ഓൾറെഡി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ Y ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ X എന്ന് നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ കണ്ടില്ലേ തുടക്കത്തിൽ. അങ്ങനെയാണ് ലിവറേജ് കണ്ടെത്തുക എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് പെർസെൻറ്റേജ് ഇൻ EBITയിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ബൈ EBIT. അപ്പോൾ ഈ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പം ഇത് ഇപ്പോൾ ഇവിടുന്ന് പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കിട്ടുക. ഇതിപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പം ഇത് 2 ഇയേഴ്സിലെ അല്ലെങ്കിൽ
ഡാറ്റാസ് തന്നിട്ട്, അതായത് ഒരു കമ്പനീൻ്റെ തന്നെ 2 ഇയേഴ്സിലെ ഡാറ്റാസ് അല്ലെങ്കിൽ 2 മന്ത്സിലെ അങ്ങനത്തെ എന്തെങ്കിലും ഡാറ്റാസ് തന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എന്ന് പറയുമ്പം EBIT സെക്കൻഡ് മൈനസ് EBIT ഫസ്റ്റ്. അതായത് ഇപ്പോഴത്തെ 2 ഇയേഴ്സ് ആകുമ്പോൾ ഫസ്റ്റ് ഇയറത്തെ EBIT ഇന്ന് സെക്കൻഡ് ഇയറിലെ EBITയിലേക്ക് എത്ര ചേഞ്ച് ഉണ്ട് ഡിവൈഡഡ് ബൈ EBIT 1. അതായത് നമ്മളിപ്പം EBIT 1 നിന്നാണ് EBIT 2ലേക്ക് മാറിയത്. അപ്പം ഈ ചേഞ്ച് എത്ര പെർസെൻറ്റേജ് ആണ്, ഈ ചേഞ്ച് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ആദ്യം ഒരു കമ്പനിക്ക് EBIT ഒരു 100 ഉണ്ട്. രണ്ടാമത്തെ ഇയറിൽ 150 ആയി. അപ്പം ഈ ഇൻക്രീസ് എത്ര പെർസെൻറ്റേജാ, അതെങ്ങനെ നമ്മൾ കണ്ടെത്തുക? അപ്പോൾ അത് കണ്ടെത്താൻ EBIT 2 എന്ന് പറയുമ്പം രണ്ടാമത്തെ ഇയറിലെ 150 മൈനസ് 100, അതായത് ഫസ്റ്റ് ഇയറത്തെ ഇതിനെ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 100. അതായത് ഫസ്റ്റ് ഇയർ നിന്നാണ് സെക്കൻഡ് ഇയറിലേക്ക് കൂടിയത്. അപ്പം ഫസ്റ്റ് ഇയർ നമ്മൾ ബേസ് ആക്കി എടുത്തിട്ട് ഫസ്റ്റ് ഇയറിൽ നിന്നും സെക്കൻഡ് ഇയറിലേക്ക് 100ൽ നിന്നും 150 ആയി മാറി. അപ്പം ഈ 100 ബേസ് ആക്കി എടുത്താൽ നമുക്ക് എത്രയാണ് ചേഞ്ച് എന്ന് കിട്ടും. അപ്പം 50/100 ഇസ് ഈക്വൽ ടു 15% ആണ് പെർസെൻറ്റേജ് ചേഞ്ച്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സെയിലും ചെയ്തെടുക്കാം. അപ്പം അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത് പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് സെക്കൻഡ് ഇയർ മൈനസ് സെയിൽസ് ഫസ്റ്റ് ഇയർ ഡിവൈഡഡ് ബൈ സെയിൽസ് ഓഫ് ഫസ്റ്റ് ഇയർ ആവാം, മന്ത് ആവാം, ഏത് ടൈം വേണമെങ്കിലും ആവാം. എന്നിട്ട് അങ്ങനെ നമുക്ക് 2 ചേഞ്ചസും കിട്ടും. എന്നിട്ട് അങ്ങനെ 2 ചേഞ്ചസും കിട്ടിക്കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജസ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് സെയിലിൻ്റെയും കൂടി ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഇവിടെ സെയിലുണ്ട്, സെയിൽസ് ഒരു 200 ആയിരുന്നു, അത് 400 ആയി മാറി. അപ്പം 100% ആണ് കൂടിയത്. അപ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് വരുമ്പം 50% ഡിവൈഡഡ് ബൈ 100% ഈസ് ഈക്വൽ ടു 0.5 ആണ് നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വരിക. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് സെയിലിൻ്റെ ഫിഗർ ഇട്ട് അതുപോലെ തന്നെ EBIT ജസ്റ്റ് മാറ്റിയതാണ്. ശരിക്കും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പം സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്തിട്ട് അതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കിട്ടി, കോൺട്രിബ്യൂഷൻ എന്ന് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന EBIT വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് 0.05 ആണെങ്കിൽ, ഇപ്പം ഈ സെയിൽസ് 100 കൂടുകയാണെങ്കിൽ 100 ഇൻറ്റു 0.5 ഒരു 50 റുപ്പീസിൻ്റെ EBIT കൂടും. അതാണ് ഇതിൻ്റെ
മീനിങ്. അതായത് സെയിൽസ് എത്ര കൂടുന്നോ അത് ഇൻറ്റു ഈ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇത്രയും കൂടും എന്നുള്ളതാണ് ഇതിലെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. The degree of operating leverage, how much operating profit or EBIT changes when 1% sale changes. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു 100 rupeesന് സെയിൽ ഉണ്ടായാൽ അത് അതേ ഇൻറ്റു 0.05 ആണെങ്കിൽ 0.05 50 rupees കൂടും. അതുപോലെ തന്നെ ഇപ്പം ഈ 0.05 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 rupeeക്ക് ഒരു സെയിൽ നടന്നാൽ 0.5 rupeesന് പ്രോഫിറ്റ് കൂടും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. If there is no fixed cost, no operating leverage, അതായത് ഫിക്സ്ഡ് കോസ്റ്റസ് അതായത് റെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, നേരെ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് നമുക്കുള്ളത് വെച്ചാൽ ഈ ലിവറേജ് ഉണ്ടാവില്ല. കാരണം ഇത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT അല്ലേ. അപ്പോൾ ഈ കോൺട്രിബ്യൂഷനും EBIT രണ്ടും ഒരേ സംഖ്യ ആണെങ്കിൽ = 1 അല്ലേ വരിക. അപ്പം ലിവറേജ് ഇല്ലല്ലോ. ഓക്കെ, ആൻഡ് ഹയർ ഫിക്സ്ഡ് കോസ്റ്റ് ദെൻ ഹയർ ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ ഹയർ ദ ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോസ്റ്റിങ്ങിൽ ഓൾറെഡി. അതായത് നമുക്ക് ബ്രേക്ക് ഇവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് എങ്കിലും റിക്കവർ ആവാനുള്ള എത്ര സെയിൽസ് വേണം, അതായത് സെയിൽസ് അല്ല എത്ര പ്രോഫിറ്റ് നമുക്ക് ബ്രേക്ക് ഇവൻ്റെ കോസ്റ്റ്, അതായത് നമ്മളെ ഫിക്സ്ഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാനുള്ള പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എത്ര സെയിൽ ചെയ്യണം എന്നുള്ളതാണ് ഈ ബ്രേക്ക് ഇവൻ പോയിന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ BEP = ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. അതായത് കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. കാരണം കോൺട്രിബ്യൂഷനാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുക. അതായത് വേരിയബിൾ കോസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം 100 rupeesൻ്റെ ഒരു പ്രൊഡക്റ്റിന് 30% ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ 30 rupees പോയിട്ട് 70 rupees ആണ് നമ്മുടെ കയ്യിൽ കോൺട്രിബ്യൂഷനായിട്ട് വരിക. അപ്പം ഈ കോൺട്രിബ്യൂഷന് പിന്നെ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതായത് അതർ ആയിട്ടുള്ള എക്സ്പെൻസസ് ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ വേരിയബിൾ കോസ്റ്റ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കോൺട്രിബ്യൂഷൻ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ GP ആയിട്ടും കാണാം. ഓക്കെ, അപ്പം നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ ആ കോൺട്രിബ്യൂഷൻ നോക്കിയിട്ടാണ്, അതായത് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്താൽ നമുക്ക് എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത്. ഇപ്പം ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഫുൾ എമൗണ്ട് എടുത്തിട്ട് കോൺട്രിബ്യൂഷൻ ഫുൾ എമൗണ്ട് എടുക്കുക. രണ്ടും പിന്നെ ഇത് പെർ യൂണിറ്റ് ആണെങ്കിൽ ഇതും പെർ യൂണിറ്റിൽ എടുക്കുക, ഇത് ഫുള്ളായിട്ടാണെങ്കിൽ ഇതും ഫുള്ളായിട്ട് എടുക്കുക. അപ്പം അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ.